ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഹെയർ ബോ മേക്കിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് നമ്മളിങ്ങനെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് ഷിപ്പിംഗ് ചാർജ്, അല്ലെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നോടെ, ചിലപ്പോൾ 150 രൂപയ്ക്കൊക്കെ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് ഫ്രീ ഷിപ്പിംഗ് തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. അതൊരു പക്ഷേ കൊറിയറിനെ കുറിച്ച് അറിയാത്തവരായിരിക്കാം മെയിനായിട്ട് ചോദിക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ എൻ്റെ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്ന മെജോറിറ്റി ആൾക്കാരും നമ്മളിങ്ങനെ ഹെയർ ആക്സസറീസ് ചെയ്തിട്ട് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ വീടിനടുത്തൊക്കെ സെയിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെയുള്ള ചാർജുകൾ എന്തിനാണ് വാങ്ങുന്നത് എന്നുള്ളത് അറിയില്ല. ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധനം മേക്ക് ചെയ്ത് അത് പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ ഓഫീസ് വഴിയൊക്കെ അയച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കറിയും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർജ് വാങ്ങുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാൻ ഇതിനു മുന്നേ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ പറയണത്. നമുക്കൊരിക്കലും അങ്ങനെ ഫ്രീ ഷിപ്പിംഗ്, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരുപാട് ബൾക്ക് എമൗണ്ടിന് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരും. എൻ്റെ അടുത്ത് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ. ഞാനതൊരിക്കലും ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എപ്പോഴും ഷിപ്പിംഗ് ചാർജ് വാങ്ങാറുണ്ട് എത്ര എബോ പർച്ചേസ് ചെയ്താലും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്, അതല്ലാതെ ഒരുപാട് ബൾക്ക് എമൗണ്ടിന് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഓക്കെ, എല്ലാ ഓർഡറും നമുക്ക് വിലപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആകെ ഒരു 10 ഗ്രാമിൻ്റെ ബീഡാണ് വാങ്ങുന്നത്, അങ്ങനെ വാങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ അർജൻറ്റായിട്ട് അവർക്ക് ആ ഒരു ബീഡ് മാത്രമായിരിക്കും ആവശ്യമായിട്ട് വരിക, അത് മാത്രമായിട്ട് ഷിപ്പിംഗ് ചാർജ് തന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന ഓർഡർ തരുന്ന എല്ലാവരും വിചാരം ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനാണ് ഞാൻ ഈ ഒരു ബില്ല് സഹിതം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് DTDCയുടെയും അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ബില്ലാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ ബില്ല് തന്നെയാണ്. നമ്മൾ കുറച്ചൊരു 10 കൂടുതലൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബില്ല് കിട്ടും. അതെല്ലാം മറ്റ് സാധാ ബില്ലുകളും കിട്ടാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സബ് ഓഫീസിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു A4 പ്രിൻറ്റ് ചെയ്തിട്ടാണ് മെയിനായിട്ട് അവർ തരാറുള്ളത്. അപ്പോൾ നമ്മൾ DTDC കൊറിയർ വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അകത്തുള്ള പാഴ്സലാണ്, അതായത് കേരളത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നതെന്നുണ്ടെങ്കിൽ പാഴ്സലിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് അവർ നമ്മുടെ നിന്ന് കൊറിയറായിട്ട് കൊറിയർ ചാർജായിട്ട് വാങ്ങാറുള്ളത്. അതിൻ്റെ ഒരു ബില്ലാണിത്. ഓക്കെ, ഞാൻ അയച്ചിട്ടുള്ളത് തന്നെയാണ്. 50 രൂപയാണ്. അത് ചെറിയ പാഴ്സലാണെന്നുണ്ടെങ്കിൽ. നമ്മൾ അയക്കുന്ന ഈ ഒരു പാഴ്സലിൻ്റെ വലിപ്പം കുറച്ചൊന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇത് ഈ ഒരു സൈസിൽ ഒരു ബോക്സൊക്കെ ആയിട്ടാണ് നമ്മൾ എന്താ പറയുക പാഴ്സൽ അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 60 രൂപ, 70 രൂപ, 80 രൂപയായിട്ട് മാറും. കേരളത്തിൻ്റെ അകത്തെ കാര്യം ഞാൻ പറയുന്നത്. DTDC കൊറിയർ അത് എന്താ പറയുക, നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഏത് കൊറിയർ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചാർജ് കൂടും. ഓക്കെ, അത് അവർക്കത് ഹാൻഡിൽ ചെയ്യണം, അവർക്കത് എന്താ പറയുക വണ്ടിയിലാണ് അവർ കൊണ്ടുപോവുക. അപ്പോൾ അതിനൊക്കെയുള്ള ചാർജാണ് അവർ വാങ്ങണത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏത് പ്രൈവറ്റ് കൊറിയർ എടുത്താലും നമ്മുടെ പോസ്റ്റ് ഓഫീസ് എടുത്താലും പാഴ്സലിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചും വെയിറ്റ് കൂടുന്നതിനനുസരിച്ചും അവരെന്തായാലും ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഓക്കെ, പിന്നെ DTDC ഇനിയിപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് കേരളയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 70 രൂപ, 80 രൂപ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലല്ല നമ്മൾ തമിഴ്നാട്ടിലോട്ട് അയക്കുകയെന്നുണ്ടെങ്കിൽ 60 to 70 അതൊക്കെയാണ്. പിന്നെ വെയിറ്റും വലിപ്പവും കൂടുന്നതിനനുസരിച്ച് ചാർജ് കൂടും. ഓക്കെ, അതുപോലെ തന്നെയാണ് കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര അയക്കുമ്പോൾ മിനിമം ചാർജ് 70-80 ഒക്കെ ആയി മാറും. ദൂരം കൂടുന്തോറും നമുക്ക് എന്തായാലും ആ ഒരു വെയിറ്റ് കൂടുന്തോറും നമുക്ക് DTDC ആണെങ്കിലും ഏത് കൊറിയർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചാർജ് കൂടും. ഓക്കെ, അതാണ് മെയിനായിട്ട്
ഇതിന് പറയാനുള്ളത്. ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മിനിമം ചാർജ് ഉണ്ട്. അതായത് ഇത്ര വെയിറ്റ് വരെ സ്പീഡ് പോസ്റ്റിന് ഇത്ര ഒരു 42 രൂപയാണ് സ്പീഡ് പോസ്റ്റിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര വെയിറ്റുള്ള ഒരു കവർ മാത്രമായിട്ട് പാക്ക് ചെയ്ത് വെച്ചാലും അത്രയും ചാർജ് വരും. സ്പീഡ് പോസ്റ്റ് അയക്കാന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം എല്ലാം സ്പീഡ് പോസ്റ്റാണ് അയക്കാറുള്ളത്. ഈവൻ ഞാൻ പറയാറുണ്ട് 500 ഗ്രാമിൽ കൂടുതൽ വരികയാണെങ്കിൽ പാഴ്സൽ അയക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു 700-800 വന്നതടക്കം അത്രയും ഗ്രാം വെയിറ്റ് വന്നതടക്കം ഞാൻ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ. ഓക്കെ, ഞാനിതിൻ്റെ ഒരു ബില്ല് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബില്ല് കിട്ടുക. ഇവരുടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 41 രൂപയാണ്. പിന്നെ ഇവിടുന്ന് വേണ്ട 59 രൂപ. പിന്നെ ഇതൊക്കെ 41, 47, 59 കഴിഞ്ഞ് പിന്നെ 72 വരും. കുറച്ചൊരു വേരിയേഷൻ വന്നാൽ മതി, അപ്പോൾ 72 രൂപ വരും. ഓക്കെ, 283 രൂപ. ഈ പാഴ്സൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിട്ടുള്ള ഒരു പാഴ്സൽ. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയാൻ കാരണം നമ്മൾ 200 രൂപയുടെ നമ്മൾ ഏത് കിറ്റ് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് അയച്ചു തരാറുള്ളത്. കിറ്റിന് ഞാൻ ഷിപ്പിംഗ് ചാർജ് വാങ്ങാറില്ല. നമ്മൾ ഏത് കിറ്റ് അയച്ചാലും ഇതിൽ ഈ 59 വന്നിട്ടുള്ളതൊക്കെ എന്താ പറയുക, കിറ്റ് അയച്ച ഓർഡേഴ്സാണ്. കുറച്ച് വെയിറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്തോറും പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ചാർജ് കൂടും. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണ് അയക്കുന്നത്. നിങ്ങളിപ്പോൾ ഡൽഹിയിൽ നിന്ന് അതല്ല മഹാരാഷ്ട്ര, ഇതിപ്പോൾ ഈ 283 വന്നിട്ടുള്ളത് കർണാടകയിൽ നിന്ന് വന്നൊരു ഓർഡറാണ്. കർണാടകയിൽ നിന്ന് വന്ന് സ്പീഡ് പോസ്റ്റ് അയച്ചതിന് 283 രൂപ. അത് കിറ്റിൻ്റെ ഒപ്പം കുറച്ച് മെറ്റീരിയൽസും കൂടെ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിറ്റ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞ കാരണം ഇതിന് ഇനിയിപ്പോൾ എക്സ്ട്രാ ഷിപ്പിംഗ്, കാരണം ചിലർ ചോദിക്കാറുണ്ട് എക്സ്ട്രാ കുറച്ച് മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വാങ്ങണേന്നുള്ളത്. ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്ന ഒരു സാധനത്തിന് ഇപ്പോൾ ഈ 283 രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണോ? അല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, എന്നെ നല്ല സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ചെറിയൊരു എമൗണ്ട് അല്ല. 59 രൂപ. 59 രൂപ എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് ഷിപ്പിംഗ് ചാർജ് വാങ്ങാറുള്ളത് 60 രൂപയാണ്. പിന്നെ എനിക്ക് പാഴ്സൽ വെയിറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ 4-5 പാക്കറ്റ് ബീഡ്സൊക്കെ ഉള്ളെങ്കിൽ 45 രൂപ. അതല്ലാന്നുണ്ടെങ്കിൽ 50 രൂപ, 55 രൂപ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ മാക്സിമം നമ്മളപ്പോൾ ഇവരുടെ അഡ്രസ്സ് നോക്കില്ല. അഡ്രസ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ ഔട്ട് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇതേപോലെ കൂടുതലുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇതേപോലെ 59, 47 ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി, കാരണം ഞാൻ ആർക്കെങ്കിലും ബില്ല് അയച്ചു കൊടുക്കുമ്പോൾ 40 രൂപയല്ലേ ഷിപ്പിംഗ് ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്രയും എമൗണ്ട് വരും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഈ ഒരൊറ്റ ബില്ല് കിട്ടിയുള്ളൂ. വേറെ ബില്ല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാത്തിലും ഇതേപോലെ തന്നെ വരാറുള്ളത്. പിന്നെ നമ്മൾ തുടക്കത്തിലൊക്കെ എക്സ്ട്രാ ഷിപ്പിംഗ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബില്ല് ചെക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്ത തന്നെ ഇങ്ങനെ എക്സ്ട്രാ ഷിപ്പിംഗ്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് അയച്ച പ്രൊഡക്റ്റിന് 283 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ എന്താ വിചാരിക്കുക, ഇവർ ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മുടെ നിന്ന് വാങ്ങേണ്ടതെന്നുള്ളത് വിചാരിക്കും. ഇത് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് എന്താ പറയുക, അയക്കണ ചാർജ് മാത്രമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഇതൊന്നും എടുക്കുന്നത് ഒരു ഹെയർ ക്ലിപ്പാണിത്. ഓക്കെ, അങ്ങനെ വിചാരിക്കും. ഈ ഒരു ഐറ്റം കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതൊന്ന് ഞങ്ങൾക്ക് അയച്ച് തരുമോ എന്ന് ചോദിച്ചാൽ അവർ അയച്ച് തരില്ല. അവരെന്നല്ല, ഒരു കൊറിയറുകാർ അയച്ച് തരില്ല. നമ്മളിതുപോലെ ഒരു പാക്കിംഗ് കവറിലിട്ട് ഇത് പാക്ക് ചെയ്യണം. ഓക്കെ, ഇത് പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽ വരിക ഇതുപോലെയാണ്. ഇതേപോലെ ഈ പ്ലാസ്റ്റിക് കവറടക്കം നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണം. അല്ലാതെ ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് കടയിൽ നിന്ന് വെറുതെ കിട്ടില്ല. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഇവരെന്തെങ്ങനെ പറയുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ. ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും ആ ഒരു സത്യാവസ്ഥ അറിയണം. ഇതുപോലെ എന്താ പറയുക, നമ്മൾ പാക്ക് ചെയ്യണം. ഇത് പാക്ക് ചെയ്ത് ഈ ഒരു കവറിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഓക്കെ, ഈ ഒരു പാക്കിംഗ് കവറിനാണെങ്കിലും ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെന്തെങ്കിലും പാക്കിങ്ങിന് തനിയെ ക്യാഷ് വാങ്ങാറില്ല ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒന്നും. അങ്ങനെ ആരെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞങ്ങൾ പാക്കിങ്ങിന് ക്യാഷ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടിക്കുന്ന ഈ ഒരു ടാപ്പാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ ആദ്യമൊക്കെ ഒട്ടിക്കാതെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താവും, ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരുടെ റഫ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ കാരണം പാക്കറ്റ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി പൊട്ടി പോകാറുണ്ട്. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ചിലതൊന്നും ഒട്ടിക്കാനുള്ള ടൈം കിട്ടില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്ര, ഞാനാണ് പാക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാനിതൊക്കെ ഒട്ടിച്ചിട്ട് അയക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര ഇതിൽ പറയാനുള്ള ഈ ഷിപ്പിംഗ് ചാർജ്. ഇത് കാണുന്നവർ ഇനിയും പിന്നെയും ഫ്രീ ഷിപ്പിംഗ് തരുമോ,
അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഇനിയും എന്താ പറയുക കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണത്. ഓക്കെ, അല്ലാതെ നമുക്ക് ആ ഒരു ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും, നമ്മളിപ്പോൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിലും ട്രാൻസ്പോർട്ടിന് നമ്മൾ ചാർജ് കൊടുക്കണം, GST കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ വലിയ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്കത് ഫ്രീ ഷിപ്പിംഗ് തരുമോ വെച്ചാൽ നമുക്ക് അയച്ചു തരില്ല. ടാക്സ് കൊടുക്കണം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ ചാർജ്, അവർക്ക് പാക്കിംഗ് ചാർജ് അടക്കം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് തരണമെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നമ്മൾ അത്രമാത്രം റേറ്റ് കൂട്ടണം. ഇപ്പോൾ 50 രൂപ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനകത്ത് നമുക്ക് കിട്ടേണ്ട ലാഭത്തിൻ്റെ പുറമെ നമ്മൾ 50 രൂപയും കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന പോലെ റേറ്റ് ഇടണം. അപ്പോഴാണ് നമുക്ക് ഒരു ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്ന കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നിങ്ങളുടെ നിന്ന് എത്ര ഷിപ്പിംഗ് വാങ്ങിയാലും നമുക്കത് ശരിക്കും പറഞ്ഞാൽ കൊറിയർ ചാർജ് നഷ്ടമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഫ്രീ ഷിപ്പിംഗ് കൊടുത്തതിനാണ് ഈ 300 രൂപയുടെ അടുത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ടുള്ളത്. 50 രൂപ വാങ്ങിയ സ്ഥലത്തൊക്കെ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തോടെ തന്നെയാണ് ഈ 59 രൂപ 60 രൂപയുടെ അടുത്ത് നമ്മൾ അടച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. താങ്ക് യു.